ഹായ്, ടൈം ടേബിൾ സെറ്റ് ചെയ്യാറുണ്ട്, പക്ഷെ അത് വെച്ച് പഠിക്കാൻ കഴിയാറില്ല എന്ന് പലരും അഭിപ്രായപ്പെടാറുണ്ട്. ഈ ഒരു പ്രയാസം നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്ന് ഈ വീഡിയോ. നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇത് വെച്ച് നിങ്ങൾ ഇന്ന് തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്ര സമയം ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ട സമയം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നിങ്ങൾ ഓൾറെഡി ഓരോ വിഷയങ്ങളും പഠിക്കേണ്ട സമയം നമുക്ക് മനസ്സിലായി. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും പ്രയാസമുള്ള വിഷയം ആദ്യം പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിലെ ഏറ്റവും ടഫായിട്ടുള്ള, ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങൾ ആദ്യം പഠിക്കുന്ന രീതിയിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലും സ്കൂളിലെ ഫ്രീ ടൈമുകൾ നമ്മൾ പഠനവുമായി ബന്ധപ്പെടുത്തി എങ്ങനെ പാഠഭാഗങ്ങൾ പഠിക്കാം എന്നുകൂടി നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, ഏറ്റവും താല്പര്യമുള്ള സമയത്ത്, പഠിക്കാൻ ഏറ്റവും താല്പര്യപ്പെടുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം എടുക്കുക. തീരെ താല്പര്യമില്ലാത്ത സമയത്ത് നമ്മൾ ഈസി വിഷയമെടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ടഫായ സബ്ജക്റ്റിൽ ഏതെങ്കിലും വിഷയത്തിൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നമ്മുടെ പാഠഭാഗങ്ങളിലെ ആ ഡൗട്ട് നമ്മുടെ അധ്യാപകരോടോ മറ്റുള്ള സോഴ്സുകൾ ഉപയോഗിച്ചോ നിങ്ങൾ ആ ഡൗട്ടിനെ ക്ലിയർ ചെയ്യണമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഈ രീതിയിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, പഠിക്കുക. താങ്ക് യു.